ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഫോർ ദ മെഷറിങ് ദ കോറിലേഷൻ. അതിലെ 3 ടൈപ്പാണ് നമുക്ക് കോറിലേഷൻ്റെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്കാറ്റർ ഡയഗ്രാം, ദെൻ കോറിലേഷൻ ഗ്രാഫ് ആൻഡ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അതിൽ ഫസ്റ്റ് 2 ഐറ്റംസ്, ദാറ്റ് ഈസ് സ്കാറ്റർ ഡയഗ്രാം ആൻഡ് കോറിലേഷൻ ഗ്രാഫ്, അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗ്രാഫിക്കലി പ്രസൻറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കോറിലേഷൻ മെഷർ ചെയ്യാമെന്നാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദ സ്കാറ്റർ ഡയഗ്രാം, നമുക്കറിയാം ഒരു കോറിലേഷനിൽ 2 വേരിയബിൾസ് മസ്റ്റായിട്ടും വേണം. അതിലെ ഒരു വേരിയബിളിന് നമ്മൾ എക്സ് ആക്സിസിലും അനദർ വേരിയബിളിന് വൈ ആക്സിസിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ ഓരോ ഇതിലും വരുന്ന ചേഞ്ചസ്, ഈ 2 വേരിയബിൾസിലുണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് പോകും. ഓക്കെ, അത് പ്ലോട്ട് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ആ ഒരു സ്കാറ്റർനെസ് നമ്മൾ മെഷർ ചെയ്തിട്ടായിരിക്കും കോറിലേഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ സ്കാറ്റർ ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് കോറിലേഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഡോട്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ. അതിൽ ഫസ്റ്റത്തെ നമുക്ക് പിക്ക് കാണുകയാണെങ്കിൽ എന്താണ്, ഒരേ ഡയറക്ഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഒന്നുമില്ല, കറക്റ്റ് നേരായിട്ട് പോകുന്നത്. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഇനി അടുത്തത് സെക്കൻഡ് കാറ്റഗറി. അതിൽ നിങ്ങൾക്ക് മുകളിൽ അതിൻ്റെ R= ഫസ്റ്റത്തിൽ നിങ്ങൾ R=+1 കണ്ടു. അതായത് R മീൻസ് കോറിലേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത് +1 ആണ്. ഇതിൽ മെയിനായിട്ട് കോറിലേഷൻ്റെ ഒരു മെയിൻ പ്രോപ്പർട്ടി പറയുന്നതാണ് 0 to 1, അതായിരിക്കും കോറിലേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 0ക്കും 1നും ഇടയിലായിരിക്കും അതിൻ്റെ കോറിലേഷൻ്റെ വാല്യൂ ഉണ്ടായിരിക്കാം. അതിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും അതേപോലെ തന്നെ അനലൈസൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്തത് R=0.9, അത് പോസിറ്റീവ് തന്നെയാണ്, ബട്ട് ഹൈലി പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും ഉണ്ടാവുക, കാരണം 1നോട് അടുത്താണ് നിൽക്കുന്നത്. ഇനി അതല്ല R=0, അവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അവിടുത്തെ ഡോട്ട്സുകളെല്ലാം എന്താണ്, ഭയങ്കര സ്കാറ്റേർഡാണ്. കണ്ടാൽ അറിയാം നമുക്ക് ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും അവിടെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത് സെയിം ഡയറക്ഷനാണോ, ഓപ്പോസിറ്റ് ആണോ, ഡൗൺവേർഡ് ആണോ, അപ്വേർഡ് ആണോ, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. സോ ദർ ഇസ് നോ കോറിലേഷൻ. സോ R=0 മീൻസ് നമുക്ക് കിട്ടുന്ന ആ ഒരു വാരിയബിൾസിൻ്റെ അസോസിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് ദർ ഇസ് നോ കോറിലേഷൻ. നെക്സ്റ്റ് R=-1. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അത് താഴോട്ടേക്കായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ദ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഇനി R=0, -0.9, അപ്പോൾ എന്താണ്, വളരെ ഹൈ ലെവലുള്ള നെഗറ്റീവ് കോറിലേഷനാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണും. ഇതാണ് എന്ന് പറയുന്നത് സ്കാറ്റർ ഡയഗ്രാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഇപ്പോൾ ഒരു എക്സ് ആൻഡ് വൈ എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമുക്ക് ടേബിളിൽ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. നമ്മളത് എക്സ് ആക്സസിലും വൈ ആക്സസിലും നമ്മളത് ആ ഡോട്ട്സിലെല്ലാം പ്ലോട്ട് ചെയ്യും. ദെൻ ഡയറക്ഷൻ നമ്മൾ അനലൈസ് ചെയ്യുക. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സ്കാറ്റർ ഡയഗ്രാമിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മളിനി ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു R=+1, അതുപോലെ തന്നെ ഹൈലി പോസിറ്റീവ്, നോ കോറിലേഷൻ, അതാണ് ഈ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ഗ്രാഫിന് വെച്ചിട്ട് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും കൂടി ഞാനത് പറയുന്നു മാത്രം. അതായത് ഇപ്പോൾ ഫസ്റ്റത്തെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, അപ്വേർഡാണ്. അപ്വേർഡായിട്ട് പോകുന്നെങ്കിൽ നമുക്കതിൻ്റെ അർത്ഥം എന്താണ്, പോസിറ്റീവാണ്. ഇനി അതല്ല അത് ഡൗൺവേർഡ് ആയിട്ടാണ് അതിൻ്റെ ഡോട്ട്സ് പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് അവൈലബിൾ ആകുന്നെങ്കിൽ അവിടെ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇനി പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് വാല്യൂ കിട്ടുന്നത് താഴേക്കാണ് വരുന്നെങ്കിൽ അത് നെഗറ്റീവായിട്ടും, മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൽ തന്നെ പല ഡിഗ്രി ഉണ്ട്. അടുപ്പിച്ചടുപ്പിച്ചാണ് പോകുന്നെങ്കിൽ ആ ഡോട്ട്സിൻ്റെ അത് ഭയങ്കര തിക്നെസ് കൂടാണെങ്കിൽ, അത്രയും അടുത്താണ് അത് പ്ലോട്ടേഷൻ വരുന്നെങ്കിൽ നമുക്കതിനെ പോസിറ്റീവ് എന്ന് പറയാം, അതായത് +1.
ഞാൻ നേരത്തെ പറഞ്ഞു കോറിലേഷൻ്റെ ഒരു വൺ ഓഫ് ദി ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ റേഞ്ച്, അതായത് കോറിലേഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 1 ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും ഇതിൻ്റെ വാല്യൂസ് ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരിക? -1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇനി അതല്ല, നമുക്ക് പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞ പോലെ 0 to 1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 0 ആണ് നമുക്ക് ഡോട്ട്സ് പ്ലോട്ട് ചെയ്തിട്ട് അവൈലബിൾ, അതായത് ഫുൾ സ്കാറ്റേർഡ് ആയിരിക്കും, ഗ്രാഫ് മൊത്തം സ്പ്രെഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നെങ്കിൽ അതവിടെ നോ കോറിലേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് R = 0. ഇതാണ് സ്കാറ്റേർഡ് ഡയഗ്രാം. ഇതൊരു സിമ്പിൾ മെത്തേഡാണ് ആക്ച്വലി ഈ ഒരു സ്കാറ്റേർഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ജസ്റ്റ് ഡ്രോ ചെയ്യാൻ വേണ്ട, കാരണം നമുക്ക് ഏതാണോ വാല്യൂസ് നോക്കിയിട്ട് എക്സ് ആക്സിലും വൈ ആക്സിലും നോക്കി നമ്മൾ ഡോട്ട്സ് പ്ലോട്ട് ചെയ്യുന്നു. സോ ഇറ്റ്സ് എ ഈസി മെത്തേഡ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻ്റർപ്രറ്റ് അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു അപ്വേർഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ വി ക്യാൻ കോൾ ഇസ് എ പോസിറ്റീവ് കോറിലേഷൻ. ഇനി അതല്ല ഡൗൺവേർഡ് ആണെങ്കിൽ അവിടെ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും വരിക. ഇനി മൊത്തത്തിൽ ആ ഒരു ഗ്രാഫ് ഫുള്ളായിട്ട് ഡോട്ട്സ് പ്ലോട്ട് വരുന്നെങ്കിൽ അതെന്തായിരിക്കും നോ കോറിലേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്കാറ്റർ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് കോറിലേഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് എക്സ്ട്രീം വാല്യൂസ് ഇൻ എ ഡാറ്റ സെറ്റ് നോട്ട് unduly affect the result of such as points remain insulated the diagram. ഓക്കെ, അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സ്ട്രീം വാല്യൂസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോട്ട്സ് പ്ലോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് തന്നെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്കതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം നമുക്ക് എത്രത്തോളം ഡിഗ്രി ഉണ്ട് എന്ന് മെഷർ ചെയ്യാനായിട്ട്, കാരണം അത് കറക്റ്റ് ഏത് പോയിൻ്റാണ്, അത് ഹൈലി ആണോ മോഡറേറ്റ് ആണോ ലോ ലെവലാണോ അങ്ങനെയൊന്നും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ഐഡിയ മാത്രം ഇത് ഒരു കോറിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് അറിയാം. നമുക്ക് എത്രത്തോളം ഡിഗ്രി എക്സാക്റ്റ് ഡിഗ്രി നമുക്കത് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഇതൊരു ഫെർദർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫെർദർ ആയിട്ടുള്ള ഈ ഒരു ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് അതിൻ്റെ റിസർച്ചിനോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ബാക്കിയുള്ള കാൽക്കുലേഷൻസ് നമുക്കൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് സ്കാറ്റർ ഡയഗ്രാമിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് കോറിലേഷൻ മെഷർ ചെയ്യാനായിട്ട് മെയിൻലി 3 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ദ സ്കാറ്റർ ഡയഗ്രാം ആൻഡ് സെക്കൻഡ് വൺ കോറിലേഷൻ ആൻഡ് ഫൈനലി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അതിൽ സ്കാറ്റർ ഡയഗ്രാമും കോറിലേഷൻ ഗ്രാഫും സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഡോട്ട്സ് പ്ലോട്ട് ചെയ്യുന്നത്. വൈ ആക്സിസിലും എക്സ് ആക്സിസും നോക്കിയിട്ട് നമ്മൾ ആ ഓരോ വാരിയബിൾസിൻ്റെ വാല്യൂസ് നമ്മളതവിടെ പ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് സ്കാറ്റർ ഡയഗ്രാം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇനി അടുത്ത് മൂന്നാമതായിട്ടുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. അതായത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫോർമുലാസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഡാറ്റയെ അല്ലെങ്കിൽ കോറിലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൽ സ്കാറ്റർ ഡയഗ്രാം ഓർ കോറിലേഷൻ ഗ്രാഫാണ് നമ്മളിതിനെ ഡിസ്കസ് ചെയ്ത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിതിൻ്റെ പ്രോബ്ലം സൈഡിലേക്ക് നമ്മൾ കിടക്കും. കാരണം അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കോറിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.